ബാക്ക് ടു ജാങ്കോ മലയാളം ട്യൂട്ടോറിയൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോക്കിയത് ഒരു സാധാ നമ്മൾ തന്നെ ചെയ്തൊരു സിമ്പിൾ HTML പേജാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് സ്റ്റാറ്റിക് ഫയൽസ് എന്ന ഒരു കോൺസെപ്റ്റ് നോക്കാം. ഇതിൽ നമുക്ക് ഒരു പുറത്തുനിന്നുള്ളൊരു HTML പേജ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ നമുക്ക് ജാങ്കോയിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്ത സൈറ്റ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റ് കളർലിബ്, ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ്, ഒരുപാട് സൈറ്റുകളുണ്ട്. അതിൽ ഇപ്പോൾ bootstrappers.com എന്നൊരു സൈറ്റാണ് ഞാൻ ചൂസ് ചെയ്ത്. ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് ടെംപ്ലേറ്റ്സ് ലഭിക്കും. ഇ-കൊമേഴ്സ്, അഡ്മിൻ പേജ്, ഒരുപാട് സംഭവം. നമുക്കിതിനകത്ത് ടെംപ്ലേറ്റ്സ്, നമുക്ക് ബ്ലോഗ്സിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാം. ബ്ലോഗ് സൈറ്റിൻ്റെ ടെംപ്ലേറ്റാണ്. ജസ്റ്റ് വ്യൂ ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഡൗൺലോഡ് ദിസ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ലിങ്കിലേക്ക് വരും. ഡൗൺലോഡ് നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിലും യൂസർ നെയിമും ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറയും. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇമെയിലിലേക്ക് ഒരു ലിങ്ക് ലഭിക്കും. ഇതാണ് ബൂട്ട്സ്ട്രാപ്പേഴ്സ്. നമുക്ക് മെയിൽ കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് ഈ തീം ഡൗൺലോഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് ഏത് ടെംപ്ലേറ്റ്സ് വേണം ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് 3 MB ഉള്ളൊരു ഫയലാണ്. ഇതാണ് നമ്മുടെ ഫയൽ. നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഇടാം. ഡെസ്ക്ടോപ്പ് ആയി. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ. ജസ്റ്റ് അൺസിപ്പ് ചെയ്യുന്നു. വേണ്ട, ഇത് തന്നെ നമുക്ക് എടുത്തിടാം, സിപ്പ് ഫയൽ. ഓക്കെ, ദെൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം blog.html, post.html, index.html. ഇതെല്ലാം ഇതിൽ ഓരോരോ പേജിലാണ്. നമുക്കിവിടെ ജസ്റ്റ് index.html എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് ബ്രൗസറിലേക്ക് പോകും. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത HTML പേജ്. ഇതിലെല്ലാം വർക്കിംഗ് ആയിരിക്കും. ബ്ലോഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലോഗിലേക്ക് പോകും, പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റിലേക്ക് വരും. കോണ്ടാക്റ്റ് ഒരു പേജ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓരോ പേജിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ബ്ലോഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജാണ് ലോഡായത്, പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജാണ് ലോഡ് ചെയ്ത്. അങ്ങനെ എല്ലാ പേജുകളും നമുക്കതിൽ ഇതിൽ 1, 2, 3 പേജുകൾ അവൈലബിൾ ആണ്. സോ നമുക്ക് ഇതിൻ്റെ HTML കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും HTML, ബൂട്ട്സ്ട്രാപ്പ്, ജാവാസ്ക്രിപ്റ്റ്, ജേക്വറി, ഇതിനെക്കുറിച്ചൊരു കൺസെപ്റ്റ് നമുക്ക് എന്തായാലും വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ HTML കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം വേണം ഈ സ്റ്റാറ്റിക് ഫയൽസിലേക്ക് നോക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷേ അതിൽ HTML എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ വരുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഫയലുകൾക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോഡ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ വിത്ത് VS കോഡിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. index.html ആണ് ഓപ്പൺ ചെയ്ത്. ഇതാണ് നമ്മുടെ കോഡ്. ഇതിൽ നമ്മുടെ ഹെഡ് ടാഗാണ് ഈ കാണുന്നത്, ബോഡിയാണ് ബാക്കിയുള്ളത്, താഴെ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഇത് നമുക്കതൊരു ഡയറക്റ്റ് യൂസ് ചെയ്യാമെങ്കിലും ഈ പേജ് index.html, JS, ഇമേജസ്, ഐക്കൺസ്, CSS, ഫോണ്ട്, ഈ ഫോൾഡറുകളിലൊക്കെയാണ് ഇതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫയൽസുകളൊക്കെ ഇട്ട്. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ക്ലോസ് ആയി. index.html ഓപ്പൺ ചെയ്തു. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു സ്റ്റൈൽ ഷീറ്റിൽ നിന്ന് CSSൽ സ്റ്റൈൽ default.css, അതുപോലെ ഇമേജ് ഫീൽഡ് വരെ വിളിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഓരോ ഇമേജസുകളും ഇവർ വിളിച്ചിരിക്കുന്ന ഈ CSS ഫയലിൽ നിന്നാണ്. SRC ഒരു ഇതൊരു ഇമേജാണ്. അപ്പോൾ നമ്മുടെ പേജിലുള്ള ഇമേജസ്, ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ്, ഈ കാണുന്ന ഓരോ ഈ ഇമേജസുകളെല്ലാം വിളിച്ചിരിക്കുന്നത് ഒരു ഫോൾഡറുണ്ട്. ഇമേജ് എന്നൊരു ഫോൾഡറിൽ avatar1.jpg. അപ്പോൾ ഈ ഫയലുകളെല്ലാം ഇപ്പോൾ ഉണ്ട്. ഈ ഇമേജിലാണ്
ഫയലുകളെല്ലാം ഇട്ടിരിക്കും. നമുക്ക് HTML പേജ് മാത്രം കൊണ്ടുപോയാൽ പോരാ, ഇതിൻ്റെ ബാക്കി സബ് ഫോൾഡേഴ്സും നമ്മൾ കൊണ്ടുപോകണം. ഫസ്റ്റ് നമുക്ക് index.html ഒന്ന് കോപ്പി ചെയ്ത് നമ്മുടെ HTML ഫയലിൽ ഇട്ട് നോക്കാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ HTML ഇട്ട് ഇതെല്ലാം നമ്മൾ home.html ഇട്ട് അവിടെ കൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. index.html. ഓക്കെ, നമ്മുടെ പേജ് HTML പേജ് ടെംപ്ലേറ്റ്സിലേക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വ്യൂ ഫംഗ്ഷനിൽ പോയി ഇപ്പോൾ നമ്മൾ home.html വിളിച്ചതിന് പകരം നമുക്ക് index.html വിളിച്ച് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം നിന്ന് home.html വരും, index.html നമുക്ക് റിട്ടേൺ കിട്ടും. ജസ്റ്റ് നമുക്ക് റീലോഡായി ക്ലിക്ക് ചെയ്ത് ഉണ്ടോ, നമുക്ക് ആ ഓൾറെഡി ഉണ്ടായിരുന്ന പേജ് ഈ ഒരു ഫോർമാറ്റ് ആയിരുന്നു, ബൂട്ട്സ്ട്രാപ്പ് ബ്ലോഗ് ഹോം. ബട്ട് നമുക്കിതിലിട്ടപ്പോൾ അതിൻ്റെ ഡിസൈൻ മുഴുവൻ പോയി, ഇമേജസ് കിട്ടിയില്ല, അതിൻ്റെ സ്റ്റൈല് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കാരണം ഇതിൻ്റെ ഇമേജസ് സ്റ്റൈല് എല്ലാം ഉള്ളത് മറ്റൊരു ഫോൾഡറിലായിരുന്നു. ഇതിൽ ഈ JS-ലും CSS-ലും ഇമേജസിലുമുള്ള ഫയലുകൾ നമ്മളിങ്ങോട്ട് കോപ്പി ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് കോപ്പി ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഫയൽസ് മിസ്സിങ് ആയിപ്പോയത്. ആക്ച്വലി ഇതാണ് നമ്മുടെ ജാങ്കോ ലോക്കൽ ഹോസ്റ്റ് വഴി റൺ ചെയ്യുന്ന പേജ്. ഇതാണ് ഇത് ഡയറക്റ്റ് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് റണ്ണായതാണ്. സിസ്റ്റത്തിൻ്റെ പാത്ത് എടുക്കുന്നുണ്ടോ, ഡെസ്ക്ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ 202 index.html, അത് ആ പാത്ത് റീഡ് ആകുന്നതാണ്. ഇതെൻ്റെ സിസ്റ്റം ഫോൾഡറിൽ നിന്നാണ്, ഇത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ്, അതായത് ജാങ്കോ വഴി ആ പേജ് റൺ. സോ നമുക്ക് ഈ ഫോൾഡറുകളിൽ കൂടി നമുക്ക് ഫോൾഡറുകൾ ഓപ്പൺ ചെയ്ത് ഈ ഫോൾഡറുകൾ കൂടി നമുക്ക് കോപ്പി ചെയ്ത് നമ്മുടെ ജാങ്കോ ഫയലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഓരോന്നായി കോപ്പി ചെയ്യാം. ഇമേജ്, JS, CSS, ഫോണ്ട് നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം ജാങ്കോയിൽ പ്രൊജക്റ്റിൽ കൊണ്ടുപോയിടുമ്പോൾ നമുക്കത് വെറുതെ ഇടാൻ പറ്റില്ല. ഇവിടെ അഗൈൻ ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഡയറക്റ്റ് സ്റ്റാറ്റിക് എന്നൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ നമ്മൾ ഈ ഫയൽസിനെ പേസ്റ്റ് ചെയ്യും. സോ ഓപ്പണായി വന്നാണ്. ഓക്കെ, സ്റ്റാറ്റിക് ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്ത CSS, ഫോണ്ട്, ഐക്കൺസ്, ഇമേജ്, JS, വെണ്ടർ, ഇത് സ്റ്റാറ്റിക് ഫോൾഡറിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഇട്ടു. ഇനി നമുക്ക് ഇതിനെ ജാങ്കോയുടെ സെറ്റിങ്സിൽ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു GitHub റെപ്പോസിറ്ററി ഞാൻ ഓൾറെഡി സൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് തരാം. ഇപ്പോൾ തൽക്കാലം നമുക്കിതിൽ നോക്കേണ്ടതില്ല, കാരണം ലാസ്റ്റ് ഇത് ഫുള്ളായി ചെയ്തതിൻ്റെ settings.py ഫയലിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ജസ്റ്റ് ഞാനിത് കോപ്പി ചെയ്യാണ്. ഓക്കെ, നമ്മുടെ പേജ് ഇതാണ്. ആക്ച്വലി ഈ സ്റ്റാറ്റിക്കിൽ നമ്മളിനി അതായത് ഏത് ഫോൾഡറുകൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ജാങ്കോയിലേക്ക് കൊണ്ടുവന്നാലും അതിന് സെറ്റിങ്സിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മൈ സൈറ്റിൽ ഇതാണ് നമ്മുടെ പ്രോജക്റ്റ്. സെറ്റിങ്സിൽ ഏറ്റവും താഴെ ഓൾറെഡി ഇവർ ജസ്റ്റ് സ്റ്റാറ്റിക് ഫയൽ CSS, ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ഇമേജസ് ഓൾറെഡി ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോക്സ് കാണണമെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. HTTP അതിൻ്റെ jango.project.com ഡോക്സ് ഫയൽ നമുക്കിവിടെ ലഭ്യമാണ്. സെയിം തന്നെയാണ് ഞാൻ കോപ്പി ചെയ്തുകൊണ്ട് വന്നത്. സ്റ്റാറ്റിക് ഫയൽസ് എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സ്റ്റാറ്റിക് ഫയൽ URL ആൻഡ് സ്റ്റാറ്റിക് ഫയൽ ഡയറക്ടറി. ഈ ഡയറക്ടറി നമ്മൾ ഈ കൺസെപ്റ്റ് ആദ്യം പറഞ്ഞാണ്. ഒരു ഡയറക്ടറി പുതുതായിട്ട് ചെയ്യുമ്പോൾ അത് ബേസ് ഡയറക്ടറി ആയിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനുള്ള കമാൻഡാണ് os.path.join ബേസ് ഡയറക്ടറി മുകളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, സ്റ്റാറ്റിക്, അതായത് സ്റ്റാറ്റിക്ക് പുറത്തുനിന്നുള്ളൊരു ഫയൽ നെയിമാണ്. സോ സിംഗിൾ കോഡ്സ്. അപ്പോൾ ബേസ് ഡയറക്ടറിയോട് ഈ സ്റ്റാറ്റിക് ഡയറക്ടറി ജോയിൻ ആകും. സോ നമുക്ക് ഈ പ്രോജക്റ്റിൽ സ്റ്റാറ്റിക് ഡയറക്ടറി റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ പാത്തിനെയും ഈ സ്റ്റാറ്റിക് എന്നൊരു URL-മായി ഈ സ്റ്റാറ്റിക് URL ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക /static
അത് ചെക്ക് ചെയ്യുന്ന ഡയറക്ടറിയാണ് സ്റ്റാറ്റിക് ഡയറക്ടറി. ഇത്രയും ചേർത്ത് ഓർത്ത് വയ്ക്കുക. നമുക്ക് നമ്മുടെ ഇൻഡെക്സ് ഫയലിലേക്ക് പോകാം. ഇൻഡെക്സ് ഫയലിൽ പോകുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഇത് ഓൾറെഡി ബൂട്ട്സ്ട്രാപ്പ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഉള്ള ഫോൾഡറിൻ്റെ സ്ട്രക്ചറാണ്. എങ്ങനെയാണ് വെണ്ടറിൽ ബൂട്ട്സ്ട്രാപ്പ് ഇത് ഓരോന്നും ലിങ്ക് ചെയ്തിരിക്കുന്ന സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് വെണ്ടറിൽ ബൂട്ട്സ്ട്രാപ്പ് CSS ബൂട്ട്സ്ട്രാപ്പ് min.js. നമ്മുടെ കേസിൽ നമ്മൾ ഇത്രയും ഈ ഫോൾഡറുകൾ അതായത് വെണ്ടർ എന്ന മെയിൻ ഫോൾഡറിലുള്ള സബാണിത്. ഈ വെണ്ടർ എന്നുള്ള ഫോൾഡർ ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് എന്ന ഫോൾഡറിന് ഉള്ളിലാണ് അല്ലേ. ഇതാ ഈ വെണ്ടർ എന്നുള്ള ഫോൾഡറാണ്. അപ്പോൾ അത് സ്റ്റാറ്റിക്. സോ നമുക്കിവിടെ സ്റ്റാറ്റിക് സ്ലാഷ് ഇതാണിപ്പോൾ നമ്മുടെ ആക്ച്വൽ പാത്ത്. കാരണം ഈ വെണ്ടറിനെ എല്ലാത്തിനെയും CSSനെയൊക്കെ നമ്മൾ സ്റ്റാറ്റിക് എന്നൊരു ഫോൾഡറിലേക്ക് എഗെയിൻ കോപ്പി ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്ത് എക്സ്ട്രാ ആഡ് ആയി വന്നു. ഈ പാത്ത് നമുക്കിതുപോലെ ഹാർഡ് കോഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. സോ ഇതൊരു ലോക്കൽ ഹോസ്റ്റ് വഴിയാണ് ഇപ്പോൾ ഈ പേജ് റൺ ആവുന്നത്. അപ്പോൾ ഡയറക്റ്റ് പാത്തിങ് ഇവിടെ നടക്കില്ല. സോ അതിനുള്ള മെത്തേഡാണ് സ്റ്റാറ്റിക് മെത്തേഡ്. അപ്പോൾ ഇതൊരു URL വഴിയാണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഇമേജസും കാര്യങ്ങളെല്ലാം പാസ് ചെയ്ത് വരേണ്ടത്. അതിനാണ് ഈ സ്റ്റാറ്റിക്കൂടെ ഹാർഡ് കോഡ് ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സെറ്റിങ്സിൽ സ്റ്റാറ്റിക് എന്ന URL കോൾ ചെയ്യുമ്പോൾ ആ പാത്ത് നമുക്ക് ലഭിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. ഇൻഡെക്സിൽ പോവുക. ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് ലോഡ് സ്റ്റാറ്റിക്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് URLൻ്റെ ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. ലോഡ് സ്റ്റാറ്റിക്. ഇനി ഈ സ്റ്റാറ്റിക് നമ്മൾ സ്ലാഷ് ഇട്ട് വെറുതെ വിളിക്കില്ല. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. കർലി ബ്രാക്കറ്റ് ദെൻ സ്പേസ് സ്റ്റാറ്റിക് ദെൻ സ്പേസ്. ഓൾറെഡി ഉണ്ടായിരുന്ന പാത്ത് സിംഗിൾ കോഡ്സിനകത്താക്കണം. ഇത്രയും പാത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്ന പാത്താണ്. സിംഗിൾ കോഡ്സിലിട്ടു. ദെൻ സിംഗിൾ കോഡ്സ് ശേഷം ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഒരു സ്റ്റാറ്റിക് ഫയലിന് കണക്ട് ചെയ്യുന്നത്. ഇത്രയും നമ്മൾ എൻ്റർ ചെയ്തതാണ്. സോ ഓൾറെഡി ഉണ്ടായിരുന്ന പാത്തിനെ സിംഗിൾ കോഡ്സിലേക്ക് ഇട്ടു. ദെൻ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാറ്റിക് എന്ന് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി സ്റ്റാറ്റിക് എന്ന ഫോൾഡറിൽ അതിനാണ് ഈ ലിങ്ക് വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ഫയൽ എവിടെ പോയി നോക്കണം, സ്റ്റാറ്റിക് ഡയറക്ടറി. ആ സ്റ്റാറ്റിക് ഡയറക്ടറി നമ്മൾ ബേസ് ഡോട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ സ്റ്റാറ്റിക് എന്ന URL ഈ സ്റ്റാറ്റിക് ഡയറക്ടറിയിൽ നിന്ന് ഈ ഇമേജസിനെ ഡേറ്റാസിനെ പിക്ക് ചെയ്തെടുത്തോളും. സോ അതിനുള്ള പാത്താണ്. ആക്ച്വലി നമ്മൾ ഫയൽ റൺ ചെയ്യുമ്പോൾ ഇൻസ്പെക്റ്റ് നോക്കിയാൽ ഇത് ആക്ച്വലി ഇങ്ങനെ ഈ മെത്തേഡ് ശരിക്കും സ്റ്റാറ്റിക് സ്ലാഷ് വെണ്ടർ സ്ലാഷ് എന്ന മെത്തേഡിൽ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ജസ്റ്റ് ഈ പേജ് മാത്രം നമ്മൾ ലോഡ് ചെയ്തു. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു പേജ് ലിങ്ക് ആയപ്പോൾ നമ്മുടെ സ്റ്റൈല് മാറി. ഇനി നമുക്കങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യണം. ആദ്യത്തെ 2-3 ഞാൻ ഇതിൽ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സ്റ്റാറ്റിക് സ്പേസ് ഓൾറെഡി ഉള്ളതിന് നമ്മൾ കോഡ്സിലിട്ടു. ദെൻ ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെ ഈ ഫയലുകൾ മൊത്തം ലിങ്ക് ആകുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇവിടെ ചെറിയ ഇതാണ്. പിന്നീട് നമുക്ക് HTMLനെ ഇൻസ്പെക്റ്റ് ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. അത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇവിടെ ഒരു കൺസോൾ കാണാം. ഇതിൽ ഒരുപാട് എററുകളുണ്ട്. ഫെയിൽഡ് ടു ലോഡ് jQuery min.js. അതിൻ്റെ ലൈനും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. jQuery min.js, ബൂട്ട്സ്ട്രാപ്പ് min.js. അപ്പോൾ നമ്മൾ ഈ ബൂട്ട്സ്ട്രാപ്പ് JS ഇമേജസ് ഇതെല്ലാം മിസ്സിംഗ് ആണ്. അവതാർ 3.jpg ഇതൊക്കെ മിസ്സിംഗ് ആകാൻ കാരണം നമ്മളിവിടെ ഇതെല്ലാം ലിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് മിസ്സിംഗ് ആയ ഫയലുകളായിരിക്കും ലിങ്ക് ചെയ്യാനുള്ളത്. ഇത്രയും ഫയലുകൾ ഇവിടെ ലിങ്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇനി CSS ലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു എളുപ്പം, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. സ്റ്റാറ്റിക് ഒരെണ്ണം കഴിയുമ്പോൾ നമുക്ക് റീഫ്രഷ് ചെയ്ത് പോകാം. ഓക്കെ, ഇവിടെ എല്ലാം ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനിയുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പേജ് ടോട്ടൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആക്ച്വലി HTTP ഇതിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് ചെയ്യേണ്ട കാര്യം.
ഇത് ആക്ച്വലി ഉള്ളൊരു ലിങ്കാണ്, HTTP ലിങ്കാണ്. സോ ഇത് നമ്മൾ സ്റ്റാറ്റിക് ചെയ്യണം. നമ്മൾ സ്റ്റാറ്റിക് ചെയ്യേണ്ടത് ഇതിനെ മാത്രം നമ്മൾ സ്റ്റാറ്റിക് ഫോൾഡറിലേക്ക് കോപ്പി ചെയ്ത് ആ ഫോൾഡറുകളിലെ പാത്തുകളെ മാത്രം സ്റ്റാറ്റിക് ചെയ്തത്. ഇത് സ്റ്റാറ്റിക് ചെയ്യണം. ഒരു സിൻറ്റാക്സ് എറർ വന്നു. ആ എറർ നമുക്ക് കാണാം. ഇതാണ് ഞാനിട്ട പാത്ത്. ഇവിടെ ഞാനൊരു ഓക്കെ, ആക്ച്വലി ഇവിടെ ഞാൻ സ്റ്റാറ്റിക് വിളിച്ചിട്ടില്ല, അതാണ് എനിക്ക് എറർ വന്നത്. ഓക്കെ, അത് ക്ലിയറായി. നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് ഓരോന്നും നമുക്കൊരു എക്സാമ്പിളോട്ടൊരു ഇമേജും കൂടെ എല്ലാം ചെയ്ത് കാണിച്ചാൽ നമുക്ക് ടൈം ഒരുപാട് പോകും. നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിത് ക്ലിയർ ചെയ്ത് ഉണ്ടോ, ഇവിടെ ഒരു ഇമേജ് വന്നതുണ്ടോ. ഈ ഇമേജ് ലോഡായത് ആ സ്റ്റാറ്റിക് പാത്ത് വിളിച്ചു. അങ്ങനെ എല്ലാ ഇമേജുകളും എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെങ്ങനെ ചെയ്യുക, നമ്മുടെ ആക്ച്വൽ പേജിൻ്റെ അതേ സ്റ്റൈലിലേക്ക് നമുക്ക് ഈ പേജിനെ കൊണ്ടുവരാം, ഇതേ സ്ട്രക്ചറിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുള്ള പേജിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫയലുകളും സ്റ്റാറ്റിക് വിളിച്ച് സെറ്റ് ചെയ്യാം. നമുക്കിവിടെയും കാണിക്കും ഓരോ മിസ്സിങ് ഫയലുകളും കാര്യങ്ങളും. അങ്ങനെ എല്ലാ സ്റ്റാറ്റിക് ഫയലും എല്ലാം ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേജ് നമ്മൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതേ ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ നോക്കാം.